നമസ്കാരം സുഹൃത്തുക്കളെ. ഇസ്രായേൽ എന്തിനാണ് അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനോട് യുദ്ധം ചെയ്യുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ, അതായത് ഈ ലോകത്തുള്ള യുദ്ധവിദഗ്ധരും മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്നതും അത് നമ്മുടെ മാധ്യമങ്ങൾ വഴി നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്താണ്? ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അതിനായിട്ട് യുറേനിയം സമ്പുഷ്ടീകരണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് 60% കഴിഞ്ഞിരിക്കുന്നു. ഇനി എപ്പോൾ വേണമെങ്കിലും അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തും. അങ്ങനെ അവർ ആണവായുധം നിർമ്മിച്ചാൽ അത് തങ്ങളുടെ ഭാവിക്ക് ദോഷമാണ് എന്ന് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇസ്രായേൽ അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട്. ഇനി അമേരിക്ക ഇല്ലെങ്കിലും അവർ ഇറാനെ ആക്രമിക്കുന്നത്, അവരുടെ ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലുന്നത്, തേടിപ്പിടിച്ച് കൊല്ലുന്നത്, അവരുടെ ഈ യുറേനിയം അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അവർ കരുതുന്ന ഇടങ്ങളിലൊക്കെ ആക്രമിക്കുന്നു. പറ്റുമെങ്കിൽ അത് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇറാൻ്റെ കയ്യിൽ നിലവിൽ ആണവായുധമില്ല. അവരത് നിർമ്മിക്കാനുള്ള ശ്രമത്തിലേക്ക് മാത്രമാണ്. എന്നിട്ട് പോലും ഇസ്രായേൽ അത് ഭയന്നുകൊണ്ട്, ഭാവിയിൽ അവർക്ക് കിട്ടിയാൽ തങ്ങൾക്ക് പണിയാണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് നശിപ്പിക്കാൻ വേണ്ടി ദീർഘകാലമായിട്ട് അവർ യുദ്ധത്തിലാണ്. അല്ലാതെ തന്നെ ഇസ്രായേൽ എന്ന രാജ്യം കുറേ കാലമായിട്ട് പലരോടും യുദ്ധത്തിലാണ്. ഇത് അവിടെ നടക്കുന്ന സംഗതിയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കുക. നമ്മുടെ തൊട്ട് അയൽ രാജ്യം, നമ്മളോട് മുട്ടി ഉരുമി തന്നെ കിടക്കുന്ന രാജ്യം, അവിടെ നിലവിൽ തന്നെ ആണവായുധമുണ്ട്, നമുക്കതറിയാം. ആണവായുധം ഉണ്ടായിട്ടും, ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടായിട്ടും മറ്റൊരു ആണവായുധമുള്ള ഒരു രാജ്യം അങ്ങോട്ടേക്ക് കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ്. നമ്മളോട് ആണവായുധമുള്ള ഈ പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരുടെ പ്രസ്താവനകളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏകപക്ഷീയമായിട്ട് ഇന്ത്യ സിന്ധു നദീതട കരാറിൽ നിന്ന് പിൻവാങ്ങി. അതിനുശേഷം അങ്ങോട്ടേക്ക് വെള്ളം വിടാതെ നമ്മുടെ രാജ്യത്ത് തന്നെ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വെള്ളം കിട്ടാതെ വരുമ്പോൾ പാകിസ്ഥാനിൽ കൃഷിയൊന്നും നടക്കാതെ വരും. അവർക്ക് അവിടെ ജലദൗർബല്യം ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും, വരൾച്ച ഉണ്ടാവും, തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും അല്ലെങ്കിൽ നേതൃത്വത്തിനും ജനങ്ങളെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്താൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താൻ അവർ നിർബന്ധിതരാകും. അങ്ങനെ ചില പ്രസ്താവനകൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് വരുന്നുണ്ട്. ഒരുത്തൻ, അവരുടെ ഈ ഖ്വാജ മുഹമ്മദ് ആസിഫ് എന്ന് പറഞ്ഞ അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ വന്നിട്ട് പറയുന്നു, വെള്ളം തടഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന്. അത് ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനയാണ് എന്ന് ഓർക്കണം. അതായത് വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു കൊഞ്ഞാണം വന്നിട്ട് പറയുന്നതല്ല, അവരുടെ പ്രതിരോധ മന്ത്രിയാണ് പറയുന്നത്. വേറൊരുത്തം പറയുന്നു, പ്രതിരോധത്തിൻ്റെ ചുമതലയുള്ള വേറൊരുത്തം പറയുന്നു, വെള്ളം തടഞ്ഞാൽ ആ കൈ ഞങ്ങൾ വെട്ടും എന്ന് പറയുന്നു. ഇതും അവരുടെ ഔദ്യോഗികമായിട്ട് തന്നെ വരുന്ന പ്രസ്താവനകളാണ് എന്ന് ഓർക്കണം. പിന്നെ ഇനി പാകിസ്ഥാനിൽ അവിടുത്തെ ഒരു പപ്പുണ്ട്, ബിലാവർ ഭൂട്ടോ എന്ന് പറഞ്ഞൊരു പപ്പുണ്ട്. നമുക്കിവിടെ ഒരു ഒറിജിനൽ പപ്പുണ്ട്, അവിടെ ആ പപ്പുവിൻ്റെ ഒരു ഡിറ്റോ പപ്പുണ്ട്. ആ പപ്പു വന്നിട്ട് കഴിഞ്ഞ ദിവസം പറയുന്നു, വെള്ളം തടഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കും എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഔദ്യോഗിക തലത്തിൽ തന്നെ അവരുടെ പ്രതിരോധ മന്ത്രി പറയുന്നു, വക്താവ് പറയുന്നു, അവിടുത്തെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള അവിടുത്തെ പപ്പു പറയുന്നു ആണവായുധം പ്രയോഗിക്കും എന്ന് വരെ പറഞ്ഞിട്ടും നമ്മുടെ ഇവിടുത്തെ പ്രധാനമന്ത്രിയോ നമ്മുടെ പ്രതിരോധ മന്ത്രിയോ നമ്മുടെ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വക്താക്കളോ ഇങ്ങനൊരു സംഭവം കേട്ടതായിട്ട് പോലും നടിക്കുന്നില്ല. ഒന്നും മാനിച്ചുകൂടി, എന്തൊരു അപമാനമാണിത്. അവരിവിടെ അവരെ കിടന്നുകൊണ്ട് ഭീഷണിയോട് ഭീഷണി. ഇന്ത്യ അങ്ങനെ ഒരു സംഗതി കേട്ടിട്ട് പോലും ഇല്ല. ഈ ആനപ്പുറത്തിരിക്കുമ്പോൾ നായയെ പേടിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ അവിടെ കിടന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, നിങ്ങൾ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കിക്കോളൂ, നമ്മളത് നേരിട്ടോളാം എന്നൊരു ആത്മവിശ്വാസം നിൽക്കുകയാണ്. പ്രതികരിക്കുമെങ്കിലും ചെയ്യാമല്ലോ തിരിച്ചങ്ങോട്ട്, അതുപോലും കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ആ വീഴ്ചയുടെ ആഘാതം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു സമയത്തും ക്രിക്കറ്റിൽ എന്ന പോലെ തന്നെ ഈ ആയുധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സൈന്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇന്ത്യയോട് മുട്ടാം അല്ലെങ്കിൽ ഇന്ത്യയെ തോൽപ്പിക്കാം എന്ന ധാരണയോടെ അവർ പലതവണ നമ്മളോട് യുദ്ധത്തിന് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ തോറ്റിട്ടുണ്ട്. കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഇന്ത്യക്കാർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു, ഇത് എപ്പം തീരുമെന്നോ, ഇതിൽ എന്ത് സംഭവിക്കുമെന്നോ. തുടക്കത്തിലുള്ള വാർത്തകളൊക്കെ അവർ ഉയർന്ന മലനിരകളെ കയറി പിടിച്ചടക്കിയിരിക്കുന്നു, നമ്മുടെ ഹൈവേ കൂടെ നമുക്ക് ഈ സൈനിക നീക്കം സാധ്യമാവുന്നില്ല, ഇന്ത്യ തോക്കുമോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം പോകുമോ, അങ്ങനെയുള്ള ആവലാതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പോലും ഇവിടുത്തെ ജനജീവിതം സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ഒന്നും സംഭവിക്കില്ല, പാകിസ്ഥാനെ നമ്മൾ ചുരുട്ടിക്കൂട്ടുമെന്ന് ഇതായിരുന്നു. ഇപ്പോൾ അവിടെ കഴിഞ്ഞപ്പോൾ, അതും വിജയിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇവിടുത്തെ ഭരണ നേതൃത്വവും അതുപോലെ തന്നെ ജനങ്ങളും. അതുകൊണ്ടാണ് കൈവെട്ടുമെന്നും യുദ്ധം ചെയ്യുമെന്നും ആണവായുധം പ്രയോഗിക്കുമെന്നും പറഞ്ഞിട്ട് പോലും ഇവിടുന്ന് യാതൊരു പ്രതികരണവുമില്ല. അതായത് തനിക്കൊപ്പമുള്ള ഒരു തണ്ടിയാണെങ്കിൽ മാത്രം എന്തെങ്കിലും പറഞ്ഞാൽ മതി, അല്ലാത്തവനവിടെ കിടന്നുകൊണ്ട് കുരച്ചോട്ടെ, നമ്മളെ ഇതൊന്നും ബാധിക്കുകയില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒരു രാജ്യത്തിന് ഇങ്ങനെയൊന്നും അപമാനിക്കാൻ പാടില്ല കേട്ടോ. ഒന്നുകിൽ ഇങ്ങനെങ്കിലും പറയാം, നിങ്ങൾ ആണവായുധം പ്രയോഗിക്കും, ഞങ്ങൾ അന്നേരം നോക്കാം, ഇങ്ങനെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ. അതിന് പകരമായിട്ട് നമ്മുടെ ഇവിടുത്തെ പപ്പു പോലും ഒറിജിനൽ പപ്പു പോലും അത് ഏറ്റുപിടിക്കുന്നില്ല. സാധാരണ സകല വള്ളിക്കെട്ടും അങ്ങേരി കയറി ഏണി വെച്ച് പിടിക്കുന്ന മുതലാണ്. ഇന്ന് ഒന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയുന്ന ട്രംപ് പറയുന്ന കാര്യങ്ങൾ വരെ പുള്ളി എത്തിപ്പിടിക്കുന്നതാണ്. ആ മനുഷ്യൻ പോലും യുദ്ധം കണ്ടോ, പാകിസ്ഥാൻ നമുക്കെതിരെ ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞിട്ട് മോദി പേടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് മിണ്ടുന്നില്ല, ഒളിച്ചോടി, അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മിണ്ടുന്നില്ല, ഇങ്ങനെങ്കിലും പറഞ്ഞുകൂടെ? അയാൾ പോലും മിണ്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിനെ
ഇന്ന് തൊട്ടയൽ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഒരു പ്രതിയോഗിയായിട്ടേ കാണുന്നില്ല. എന്തിന് ഒരു രാജ്യമായിട്ട് പോലും കാണുന്നില്ല. അതൊരു ഫെയിൽഡ് സ്റ്റേറ്റായി മാറിയിരിക്കുന്നു, ഒരു പരാജയപ്പെട്ട രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. അവിടെ അവർ കിടന്നിട്ട് അവർക്ക് തന്നെ 100 കൂട്ടം ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഇപ്പുറത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ നോക്കി കൈവെട്ടും, യുദ്ധം ചെയ്യും, ബോംബെറിയും എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു മനോഭാവത്തിലാണ് നമ്മുടെ ഭരിക്കുന്നവരും അതേപോലെ തന്നെ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളും. നമുക്ക് ഇതൊരു വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല. നീയൊക്കെ എന്തൊരു വേലയിലും കാണിക്കും. ഇതാണ് നമ്മുടേത്.